മതി, ഹാപ്പിയാ, തൃപ്തിയാ. ദൈവം ഇത്രയും പെട്ടെന്ന് എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ. തല്ലെന്ന് വെച്ചാൽ നല്ല A ക്ലാസ് തന്നെ. ഞാൻ പറഞ്ഞതുപോലുള്ള തന്നെ കിട്ടി. മറിയ ചേട്ടത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. പത്മകുമാറേ, ഈ തല്ല് കാറിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും? അല്ല, ഉദാഹരണത്തിന് ഇപ്പൊ നിന്റെ കാര്യം, അപ്പുറത്തെ ആ കൊച്ച് നീ കാരണം അതിന് ഈ പപ്പൻ ആ ലെവലിൽ കാണരുത്. നീ പിന്നെ ഇന്നും അതിന്റെ പുറകെ വെച്ച് പായുന്നതോ? മനുഷ്യവികാരങ്ങളല്ലേ റാംസിംഗ്? അല്ലേ നമ്മുടെ അമ്മാവൻ? അമ്മാവനോ? ഏതമ്മാവൻ? നമ്മുടെ പ്രേംശങ്കർ അമ്മാവൻ. ആ, പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളി ലതാകുമാരി പിറകിലായിരുന്നല്ലോ. ഇപ്പൊ പുതിയൊരാളെയാ നോട്ടോട്ടിരിക്കുന്നത്. മീശ നരച്ചാലും ആശ നരക്കില്ല എന്ന് പറയുന്ന ചുമ്മാ അല്ല നരേട്ടാ. അത് പണ്ടത്തെ പഴഞ്ചൊല്ല്. ഓഹോ, അപ്പൊ പുതിയ പഴഞ്ചൊല്ലേതാ? പുതിയതോ? ആശ നരയ്ക്കാതിരിക്കും തോറും മീശയും നരക്കില്ല. ആ അമ്മാവനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എന്റെ ലീലാവതി, ജീവിതം എന്ന് പറയുന്നതേ ഒരിക്കലേ ഉള്ളൂ. വീണ് കിട്ടിയ നിധിയാണ് ജീവിതം എന്നാണ് ഓമർ കയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കയ്യിൽ മധുചഷകവും കൂട്ടിന് സുന്ദരികളായ പെണ്ണുങ്ങളുമായിട്ട് ലൈഫ് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യണം. അത് ഓമർ കയ്യാൻ പറഞ്ഞതാ, ഞാനല്ല. ആ ഓമർ കയ്യാൻ എന്റെ മുന്നിൽ വരട്ടെ, പല്ലൊരെണ്ണം പോലും വായി കാണത്തില്ല. പറയുന്ന കേട്ടില്ലേ? അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ആ അമ്മാവനെ പോലെ ഒറ്റപ്പെട്ടവന്റെ ദുഃഖമൊന്നും പറഞ്ഞ്, എനിക്കറിയാം ലോകത്തുള്ള എല്ലാ ആണുങ്ങളും ഒരു അച്ഛന് വാർത്തതാ. ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ച 5 ദിവസം കാണും ദുഃഖം. അതും 5-6 ദിവസത്തേക്ക് സമയാസമയം ആഹാരം കിട്ടില്ലല്ലോ. ആളുകൾ അന്വേഷിച്ച് വരുമ്പോ വിഷമം അഭിനയിക്കണമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചുള്ള ദുഃഖമോ എനിക്കറിയാം. അങ്ങനെ ഒറ്റയ്ക്കായി ഒറ്റപ്പെട്ടവന്റെ ദുഃഖം എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും ഒക്കെ പുറകെ നടക്കാനോ രണ്ടാമതൊരാളെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് വിചാരിക്കണ്ട. ഞാനുണ്ടല്ലോ, ഞാൻ പ്രേതോട്ട് ഇവിടെ കാണും. അവളുടെ രക്തം കുടിക്കും ഞാൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നോക്കി നിൽക്കുമെന്നാണോ? ഞാനൊന്നും പറഞ്ഞില്ല ലീലാവതി. ഒന്നുമില്ല. തലടല്ലേ മൂട്ട, ഭയങ്കര മൂട്ട ശല്യം. ഒന്നുമില്ല, മോളറിയിക്കാം. മോള് കിടന്നോ? അല്ല, നമ്മളിപ്പോ എന്തിനാ തല്ലുണ്ടാക്കിയേ? ഒറ്റപ്പെട്ടവനെന്ന് പറഞ്ഞ് പുറകെ പോയിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടു. അതിന് നീ ഇപ്പൊ ആരോഗ്യവതിയായിട്ട് നിൽക്കല്ലേ? ഈ തടി ആരോഗ്യമൊക്കെ വെച്ച് നോക്കുമ്പോ അടുത്ത 50 വർഷത്തേക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ല. സത്യം പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനൊരു തല്ലുകൂടൽ വേണം. അവിടെ അപ്പുറത്ത് സതിയും വിശ്വനാഥനും അവിടെയും കാണുമായിരിക്കും ഫൈറ്റല്ലേ. അവളുടെ പേര് പറഞ്ഞ മൂടോട്ടാക്കരുത് കേട്ടോ. കിടക്കാം. നമ്മുടെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ചെവിയും തുറന്നു വെച്ച് നടക്കുക. ചേച്ചി ഇപ്പൊ സ്ഥിരമായിട്ട് അങ്ങനെ വരാറില്ലല്ലോ. അതിൽ കുറച്ച് മനപ്രയാസം ഉണ്ട് അവക്ക്. കാര്യങ്ങൾ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. കിടക്കാൻ നോക്ക്. ഞാൻ ചില കരിക്കൾ നീക്കാൻ പോവാ. പണ്ട് പഞ്ചതന്ത്രം കഥകൾ വായിച്ചപ്പോ കിട്ടിയ ഒരു തന്ത്രമാണ്. യുദ്ധം ചെയ്യുന്നത് പുറത്തു നിന്നുകൊണ്ടല്ല, അകത്ത് കയറി വേണമെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരാള് ശത്രുപക്ഷത്ത് വേണമെന്ന്. പല യുദ്ധങ്ങളും ജയിപ്പിച്ചിട്ടുള്ളത് ചാരന്മാരാ. ഞാൻ പറയുന്ന വിഷയട്ടം കേൾക്കുന്നുണ്ടോ? കേട്ടല്ലേ പറ്റൂ, നീ പറ. പിന്നെ ലീലാവതിയുടെ വീട്ടിൽ ഞാനൊരു ചാരനെ അല്ല ചാരിയെ നിയമിക്കാൻ പോവാ. ആ ചാരി, ചാരന്റെ സ്ത്രീരൂപം ചാരി, ശാരദ എന്ന ചാരി. സതി, നീ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇറങ്ങി പുറപ്പെടല്ലേ. ശാരദയെ നമ്മുടെ പക്ഷത്ത് കിട്ടുമെന്നാണോ? കിട്ടും ചേട്ടാ, കിട്ടും. ശത്രുവിന്റെ ഇടയിൽ നിന്ന് നമ്മൾ നമ്മുടെ വശത്തേക്ക് ആളെ പിടിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ആ ആളിന്റെ ദൗർബല്യങ്ങളാണ്. ഈ ശാരദയ്ക്ക് ഒരു ദൗർബല്യം ഉണ്ട് ചേട്ടാ, സാരി ശാരദയുടെ വീക്ക്നെസ്സാ. സാരി വാങ്ങിച്ചൊന്നും കൊടുക്കണ്ട, സാരിയെ കുറിച്ച് 10 പറഞ്ഞാലും മതി. സാരി കാണിച്ച ശാരദയെ ഞാൻ ചാരിയാക്കും. ആ പ്രാസം നോക്കണം വിശ്വേട്ടാ. സാരി, ശാരദ, ചാരി. എങ്ങനെ? എന്തായാലും ഇത് ഞാൻ വിടത്തില്ല.
വാ. ഒന്നും പേടിക്കണ്ട, വാ. ഇന്നലെ വാങ്ങിച്ച പുതിയ സാരിയുടെ ഡിസൈൻ കാണിച്ചു തരാം, വാ. വാ. ശാരദേ, അത് അല്ല, അടിച്ചു വാരുക. എന്തുവാടി നീ കാണിക്കുന്നത്? ചൂലപ്പുറത്താ അടിച്ചു വാരിയതാ. അത് ശരി, ശത്രുക്കളുമായിട്ട് ലോഹ്യം കൂടാൻ പോണതാണല്ലേടി? അയ്യോ പാവം ശാരദ ഇങ്ങനെ വഴക്ക് വേണ്ട വേണ്ട വേണ്ട, പറയുന്നു. ഉപദേശമൊന്നും വേണ്ട. ഇതൊക്കെ തന്ത്രങ്ങളാണെന്നും അറിയാം. സുഗുണ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഇവിടെ ചെലവാവാൻ പോകുന്നില്ല കേട്ടോ. അത് തന്നെ എനിക്ക് പറയാനുള്ള ആകത്തല്ല, ഈ ഓ അകത്ത് ഇവിടെയാ. നോക്ക്, എന്റെ അനുവാദം ഇല്ലാതെ ഈ മുറ്റത്തെങ്ങാനും കാല് കുത്തിയാ കാല് വെട്ടി ഞാൻ കിക്കിളിട്ട് പിക്കിളിട്ട് കളയും. ഓ ശത്രുവിന്റെ മിത്രവും സുഗുണൻ ശത്രുവാണ്. കേറി പോ, 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 പോ. പിന്നെ ഹലോ, ആക്ഷനുകളൊന്നും ഇടണ്ട. സുഗുണൻ ഈ വീട്ടിലെ കാവൽ നായാണ്, കാവൽ നായ. ക്രാണതയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. യജമാനന്റെ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നുണ്ടോ എന്നറിയാം. അങ്ങനെ കയറിയാൽ കടിച്ചു കൊന്നു കളഞ്ഞ. അയ്യോ അപ്പൊ കഴുത്തിലൊരു ബെൽറ്റും ഒരു തുടലും കൂടെ വേണം. അത് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചിടണേ. ബെറ്റില്ലാത്ത ശ്വാനന്മാരെ കോർപ്പറേഷൻകാർ പിടിച്ചെടുത്തോണ്ട് പോകാൻ പോവാ. കളിയാക്കല്ലേ സുഗുണനെ, കളിയാക്കല്ലേ. എന്തോന്നാടി നോക്കിക്കൊണ്ടിരിക്കണേ? കേറി ഞാൻ പോയി. അപ്പൊ പറഞ്ഞ പോലെ കേട്ടാ, മറക്കല്ലേ കേട്ടാ. ബെൽറ്റ് വാങ്ങിച്ചിടണോ? ദൈവമേ, ആള് മാറി എന്നെ കൊന്നുകളയൂ. അതിന് എന്റെ സൗണ്ട് അങ്ങനെയല്ലല്ലോ. ചുമ്മാ തമാശ പറഞ്ഞ് എന്നെ വരട്ടായി. നിന്നാണോ റാംസിംഗ്? നോക്ക്, എന്റെ അടുത്ത് കളിച്ചാണ്ടല്ലോ. സുഗുണം വിവരം അറിയിച്ചേ വിടൂ, വിവരം അറിയിച്ചു. നീ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? നീ അവരോട് എന്ന് പറ, സാധിച്ചേച്ചിയോട്. സാധിച്ചേച്ചല്ലേ നിന്റെ ഭാര്യ അവരുടെ വശത്താക്കാൻ നോക്കുന്നത്. നോക്ക്, എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഉടക്കും. ഞാൻ ഭയങ്കരമായ രീതിയിൽ വഴക്കുണ്ടാക്കും. വേറൊരാളോടുള്ള ദേഷ്യം നീ എന്നോട് പറഞ്ഞു തീർക്കുന്ന എന്തിനാ? ഇപ്പോഴല്ലേ എന്റെ കോപം ശമിച്ചുള്ളൂ. ഇപ്പൊ ഞാൻ ശാന്തനായി. എന്നാലും അവള് കാണിച്ചത്ര ശരിയായില്ല. പക്ഷെ നോക്ക് റാംസിംഗെ, ഞാൻ ഉണ്ടല്ലോ കാവൽ നായാണ്, കാവൽ നായ. എന്റെ കുടുംബത്തിൽ ശുദ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ ഓടിച്ചിട്ട് കടിച്ചിരിക്കും. ഏതായാലും ആ സതിച്ചേച്ചി ആള് കൊള്ളാനുടെ. അതിരിക്കട്ടെ, നിന്റെ ഭാര്യക്ക് സാരിയോട് ഇത്ര ആർത്തിയാ? സത്യം പറഞ്ഞ അവൾ ആള് പാവാണ്, ഇളം മനസ്സാണ്. പിന്നെ എല്ലാം ഒരുമിച്ചൊരു സൃഷ്ടി ഭഗവാനായിരിക്കുന്നതായ ദൈവം നടത്തൂലല്ലോ. ഇല്ല, ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെ. ബാക്കി ഗുണങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ സാരിക്കമ്പം, ഈ കമ്പം കാരണം അവളിപ്പോ പാട്ട് പഠിക്കാൻ വരെ പോയിരിക്കുകയാണ്. എന്തോന്ന് സാരി കമ്പം കാരണം പാട്ട് പഠിക്കാൻ പോയെന്നാ? അതല്ലേ ഭയങ്കര രസം. ഈ പാട്ടെന്ന് പറയുന്ന സപ്തസ്വരങ്ങളുണ്ടല്ലോ. സാരേ ഗമ പധ നീ സാ. അതിന്റെ ഈ തുടക്കത്തിലുള്ള സാരി എന്ന് ടീച്ചർ ഇങ്ങനെ നീട്ടി പാടൂലേ, അത് കേൾക്കാനാണ് അവൾക്ക് ഭയങ്കര രസം, ഭയങ്കര ഹരം. വേറൊന്നും വേണ്ട. സാരി ആരെങ്കിലും പറയുന്ന കേട്ടാ മതി, പാവം അങ്ങനെ കേട്ടോണ്ടിരിക്കും. ആ ഒരു വീക്ക്നെസ്സിലാണ് ആ സഹിച്ചേച്ചി കയറി പിടിച്ചിരിക്കുന്നത്.